അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പ്ലസ് ടുവിലെ കൂട്ടുകാരെ, ഫിഖ്ഹിലെ അവസാനത്തെ പാഠാണ്, 20ാമത്തെ പാഠാണ് നമ്മൾ വായിക്കുന്നത്. അൽ ഐമാനു, സത്യങ്ങളെക്കുറിച്ചുള്ള പാഠാണ്. സത്യം എന്ന് പറയുന്നത് ഇസ്ലാമിക കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അല്ലേ. നമുക്ക് സാക്ഷികളില്ലെങ്കിൽ പിന്നെ അടുത്ത നടപടി സത്യത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും ചില സമയങ്ങളിലൊക്കെ ഇസ്ലാമിക കോടതിയിലല്ലാതെ തന്നെ വേറെയും ചില സമയങ്ങളിൽ നമുക്ക് സത്യം ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് തെളിയിക്കണമെങ്കിൽ മറ്റുള്ള കോടതിയിലൊന്നും അല്ലെങ്കിൽ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കാൻ ചിലപ്പോൾ സത്യം ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങൾ നമ്മൾ സത്യം ചെയ്ത് പറയും, അത് നമുക്ക് തന്നെ ചിലപ്പം പിന്നീട് ചെയ്യാനുള്ളൊരു പ്രേരണ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ സത്യങ്ങൾ പല രൂപത്തിലും ഉണ്ടാവാം. ഈ സത്യം എന്ന് പറയുന്നത്, സത്യം ചെയ്യുക എന്നത് ഒരു വാചകം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് സത്യം ചെയ്യലാവുന്നത്, സത്യം ചെയ്യലായാൽ പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. അപ്പോൾ അൽ ഐമാനു, സത്യങ്ങൾ. ലാ തനഖിദുൽ യമീനു, യമീന് രൂപപ്പെടുകയില്ല ഇല്ല ബിസ്മിൻ ഖാസ്വിൻ ബില്ലാഹി തആല, അല്ലാഹു തആലാക്ക് മാത്രമുള്ള നാമം കൊണ്ടല്ലാതെ സത്യം രൂപപ്പെടുകയില്ല. അള്ളാഹിൻ്റെ മാത്രം പേരുകൾ വേറെയുള്ള ആൾക്കാർക്കും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, പിന്നെ മഹോന്നതൻ എന്നെല്ലാം പറഞ്ഞാൽ അള്ളാഹ്ക്കും പറയാം, വേറെയുള്ള ആൾക്കാർക്കും പറയാം. പക്ഷെ അങ്ങനത്തെ പേരുകളൊന്നും പറ്റില്ല. അള്ളാഹ്ക്ക് മാത്രമായിട്ടുള്ള പേരുകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങളായിട്ട് നമ്മൾ പറയുന്ന നാമങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സത്യം ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഔ സിഫത്ത് മിൻ സിഫാത്തിഹി, അല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ സിഫത്തുകളാവണം, എന്തെങ്കിലും സിഫത്തുകളാവണം. വല്ലാഹി വറഹ്മാനി, ഇതൊക്കെ എന്താണ്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അള്ളാഹ്ക്ക് മാത്രമുള്ള നാമങ്ങളാണ്. ഇനി കലാമില്ലാഹി, ഖുർആനില്ലാഹി എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ്, നമ്മുടെ വിശ്വാസപ്രകാരം അതൊക്കെ സിഫത്തുകളാണ്. ഇതൊക്കെ ഉപയോഗിക്കാം. ഖുർആനെ കൊണ്ട് സത്യം എന്ന് പറയാം, ഖുർആൻ തന്നെ സത്യം എന്ന് പറയാം, കാരണം അത് അള്ളാഹുവിൻ്റെ ഒരു സിഫത്തായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പം പിന്നെ പരിഗണിക്കുന്നതല്ല, അങ്ങനെയാണ്. അപ്പോൾ കലാമില്ലാഹി, അള്ളാഹുവിൻ്റെ കലാമ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, അള്ളാഹുവിൻ്റെ സിഫത്താണ്. അതൊന്നും എന്തല്ല, മഖ്ലൂഖായിട്ടുള്ള സംഗതികൾ അല്ല. അപ്പോൾ അതാണ് സത്യം ചെയ്യാനുള്ള വാചകങ്ങൾ. ഇനി വലാ തനഖിദുൽ യമീനു ബി മഖ്ലൂഖിൻ, ഒരു മഖ്ലൂഖിനെ കൊണ്ട് സത്യം ചെയ്താൽ അതെന്താവില്ല, സത്യമാവുകയില്ല. എന്തെങ്കിലും മഖ്ലൂഖിനെ പിടിച്ചിട്ട് സത്യം ചെയ്യാൻ പറ്റില്ല. അത് പള്ളി ആയാലും ശരി, കൻ നബീനെ തന്നെ സത്യം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വൽ കഅബത്തി, കഅബയെ തന്നെ സത്യം എന്ന് പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞാൽ അതൊന്നും എന്താവില്ല, സത്യമാവുകയില്ല. അതൊന്നും മഖ്ലൂഖിനെ കൊണ്ടുള്ള സത്യങ്ങളൊന്നും സത്യം ചെയ്യലായിട്ട് പരിഗണിക്കൂല. മക്കത്തെ പള്ളിയാണ് സത്യം, മദീനത്തെ പള്ളിയാണ് സത്യം എന്നൊന്നും അതൊന്നും എന്തല്ല, സത്യമല്ല. വമൻ ഹലഫ ബിലാ ഖസ്ദിൻ ബിഅൻ സബഖ ലിസാനുഹു ഇലാ ലഫ്ദുൽ യമീനി ലം തനഖിദ്. ഇനിയിപ്പോൾ അയാൾക്ക് അങ്ങനെ ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല, ബിലാ ഖസ്ദിൻ, പ്രത്യേകിച്ച് ഉദ്ദേശമില്ലാതെ ഒരാൾ സത്യം ചെയ്താൽ, ബിഅൻ സബഖ ലിസാനുഹു ഇലാ ലഫ്ദുൽ യമീൻ, അയാളിങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ഫ്ലോയിൽ തർക്കിക്കുമ്പോൾ അല്ലെങ്കിൽ വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ അറിയാതെ നാവ് അങ്ങനെ പറഞ്ഞു പോയതാ, അല്ലാതെ എന്തല്ല അയാൾ ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്യണം, സത്യം ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ലെങ്കിൽ ലം തനഖിദ്, അതും എന്താവുകയില്ല, സത്യമായിട്ട് രൂപപ്പെടുകയില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അറിയാതെ പഠിച്ചവനാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പോയി, പിന്നെയാണ് മനസ്സിലായത് നമ്മൾ പറഞ്ഞത് പിന്നെ അത് പറഞ്ഞത് സത്യം ചെയ്യലായി പോയോ. അപ്പോൾ ആ കാര്യം നമ്മൾ ഉദ്ദേശത്തോട് പറഞ്ഞല്ല, പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യും, പഠിച്ചവനാണ് ചെയ്യും, ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി, പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞിട്ട് അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം വരാനുണ്ട്. എന്താ ചെയ്യേണ്ടത് നമ്മൾ പറയാൻ പോകുന്നുണ്ട്, കഫാറത്തൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം, നമ്മളത് ഉദ്ദേശപൂർവ്വം പറഞ്ഞതാണോ, എന്നാൽ സത്യം ചെയ്യലായിട്ട് പരിഗണിക്കും, അല്ലെങ്കിൽ സത്യം ചെയ്യലായിട്ട് പരിഗണിക്കുകയില്ല. ഇനി വൽ ഹൽഫു മക്റൂഹുൻ ഇല്ലാ ഫി ബൈഅത്തിൽ ജിഹാദി വൽ ഹസ്സി അലൽ ഖൈരി വസ്സാദിഖി ഫി ദഅവ. 3 കാര്യങ്ങളിലൊഴികെ സത്യം ചെയ്യൽ കറാഹത്താണ്. സത്യം ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. വെറുതെ സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വെറുതെ സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഹൽഫ് മക്റൂഹാണ്. ഹൽഫിൻ്റെ വിധി ചോദിച്ചാൽ മക്റൂഹ് തന്നെ എഴുതാം കേട്ടോ. സത്യം ചെയ്യൽ കറാഹത്താണ്. പക്ഷേ 3 കാര്യങ്ങളിലൊഴികെ. ഒന്ന് ബൈഅത്തുൽ ജിഹാദ്, ജിഹാദിൻ്റെ ബൈഅത്ത്, ജിഹാദിൻ്റെ സമയത്ത് ഞങ്ങൾ പിന്നെ യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുകയില്ല, ഞങ്ങൾ പൂർണ്ണമായിട്ട് പിന്നെ ഇതിൽ പങ്കെടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇമാമിന് കൊടുക്കുന്ന വാക്ക്. വൽ ഹസ്സി അലൽ ഖൈർ, അതേപോലെ തന്നെ നന്മയിൽ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന എന്തെങ്കിലും സംഭവങ്ങൾ, നന്മക്ക് പ്രേരകമാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. വസ്സാദിഖി ഫി ദഅവ, വാദത്തിൽ സത്യസന്ധമായ വാദം. ഈ 3 കാര്യങ്ങൾ, സത്യസന്ധമായ വാദമാണെങ്കിൽ സത്യം ചെയ്യാം, അതേപോലെ തന്നെ നന്മയെ പ്രേരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യമാണ് പറയാൻ പോകുന്നതെങ്കിൽ സത്യം ചെയ്യാം. ജിഹാദിൻ്റെ ബൈഅത്തിലും സത്യം ചെയ്യാം. ഇതല്ലാത്ത എല്ലാ കാര്യങ്ങളിലും സത്യം ചെയ്യൽ എന്താണ്, കറാഹത്താണ്. സത്യം ചെയ്യൽ കറാഹത്താണെന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം സത്യം ചെയ്യലാണ് കറാഹത്താണെന്ന് പറയുന്നത്. ഇല്ലാത്ത കാര്യം സത്യം ചെയ്യൽ പിന്നെ ഹറാമാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉള്ള കാര്യം തന്നെയാണെങ്കിൽ പോലും സത്യം ചെയ്യൽ എന്താണ്, കറാഹത്താണ്. ആവശ്യമില്ലാതെ സത്യം ചെയ്യരുത്. മഹാന്മാരെ, ഇമാമുമാരൊക്കെ, ഷാഫിമാൻ പോലത്തെ ആൾക്കാരൊക്കെ ജീവിതത്തിൽ ഇതുവരെ സത്യം ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഇമാമുമാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വലോ ഹലഫ ഫി തർക്കി വാജിബിൻ ഫി ഹറാമിൻ അസ. ഇനി ഒരാൾ സത്യം ചെയ്തു ഫി തർക്കി വാജിബിൻ, ഒരു വാജിബിനെ ഉപേക്ഷിക്കുമെന്ന്, ഔ ഫി ഹറാമിൻ, അല്ലെങ്കിൽ ഒരു ഹറാമ് ചെയ്യുമെന്ന്. ഞാൻ ഇന്ന് എന്തായാലും വൈകുന്നേരം കള്ളു കുടിക്കുമെന്ന് ഒരാൾ സത്യം ചെയ്തിട്ടങ്ങ് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഇന്ന് എന്തായാലും അസർ നിസ്കരിക്കുകയില്ല എന്നൊരാൾ സത്യം ചെയ്ത് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരു ഫിഅൽ ഹറാം, ഒരു ഹറാമ് ചെയ്യുമെന്നോ
ഒരു വാജിബിനെ ഉപേക്ഷിക്കുമെന്നോ ഒക്കെ ഒരാൾ സത്യം ചെയ്താൽ ആ ചെയ്ത പണി കൊണ്ട് അയാൾ എന്ത് ചെയ്തിരിക്കുന്നു? കുറ്റകരമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പറയൽ, അങ്ങനെ സത്യം ചെയ്യൽ തന്നെ കുറ്റമാണ്. എന്നാൽ കുറ്റമാണെന്ന് മാത്രമല്ല, ലസിമഹു ഹിൻസുൻ വ കഫാറത്തുൻ, ആ സത്യം ലംഘിക്കൽ, ഹിൻസ് എന്ന് പറഞ്ഞാൽ ലംഘിക്കൽ, ആ സത്യം ലംഘിക്കൽ അവന് നിർബന്ധമാണ്. വ കഫാറത്തുൻ, സത്യം ലംഘിക്കൽ നിർബന്ധമാണ്. ലംഘിച്ചാൽ പ്രായശ്ചിത്തം കൊടുക്കൽ അതും നിർബന്ധമാണ്. ലംഘിക്കൽ നിർബന്ധമാണ്, ലംഘിച്ചാലോ സത്യം ലംഘിച്ചതിൻ്റെ പ്രായശ്ചിത്തം കഫാറത്ത് അത് കൊടുക്കലും നിർബന്ധമാണ്. കഫാറത്ത് എന്താണെന്നുള്ളത് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ സത്യം ലംഘിച്ചാൽ കഫാറത്ത് കൊടുക്കണം. അപ്പോൾ തെറ്റായ ഒരു കാര്യം ചെയ്യുമെന്നോ നിർബന്ധമുള്ളൊരു കാര്യം ചെയ്യൂല എന്നോ ഒരാൾ സത്യം ചെയ്താൽ ആ പണി തന്നെ അവൻ ചെയ്തത് തന്നെ കുറ്റകരമാണ്. മാത്രമല്ല, അവൻ എന്താണ് നിർബന്ധമാവുക? ആ സത്യം ലംഘിക്കലും നിർബന്ധമാണ്, ആ ലംഘിച്ചതിൻ്റെ പ്രായശ്ചിത്തം കൊടുക്കലും നിർബന്ധമാണ്. ഇപ്പോൾ സത്യം ലംഘിക്കൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സത്യം ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരാൾ ഇന്ന് ളുഹർ നിസ്കരിക്കൂല എന്നാണ് സത്യം ചെയ്തത്. അപ്പോൾ അതിനെ ലംഘിക്കൽ എങ്ങനെയാ? ളുഹർ നിസ്കരിക്കണം. അപ്പോൾ രാവിലെ ചെയ്ത സത്യത്തെ ലംഘിച്ചില്ലേ, അപ്പം കഫാറത്തും കൊടുക്കണം. ഒരാൾ ഞാൻ കള്ള് കുടിക്കുമെന്ന് സത്യം ചെയ്തു, സത്യത്തെ ലംഘിക്കൽ എങ്ങനെയാ? കള്ള് കുടിക്കരുത്. അപ്പോൾ കുടിക്കാതിരുന്നാൽ ഓൻ രാവിലെ ചെയ്ത സത്യത്തെ ലംഘിക്കലായി. അപ്പോൾ സത്യം ലംഘിച്ചതിൻ്റെ കഫാറത്ത് കൊടുക്കുകയും വേണം. അപ്പോൾ സത്യം ലംഘിക്കാതെ ഇരുന്നാൽ കഫാറത്ത് കൊടുക്കണ്ട. പക്ഷേ എന്താ പ്രശ്നം? ഈ തെറ്റ് ചെയ്യേണ്ടി വരും. ആ തെറ്റ് ചെയ്തതിൽ സത്യം ചെയ്തതിന് ഏതായാലും കുറ്റമുണ്ട്, തെറ്റ് ചെയ്യുന്നതിന് വേറെയും കുറ്റം കിട്ടും. പിന്നെ ആ സത്യം ലംഘിക്കൽ നിർബന്ധമാണ്, അത് ചെയ്യാത്തതിന് വേറെയും കുറ്റം കിട്ടും. അപ്പോൾ മൊത്തത്തിൽ കൂട്ടി വെച്ച് നോക്കിയാൽ ലാഭം തന്നെ ആയിരിക്കും. സത്യം ലംഘിച്ചിട്ട് അതിനുള്ള കഫാറത്ത് കൊടുക്കൽ തന്നെ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് കുറ്റങ്ങളാണ് അയാൾ ഏൽക്കേണ്ടി വരിക. ഇനി വയുസന്നു തഗ്ലീദു യമീനിൻ മിനൽ മുദ്ദഇ വൽ മുദ്ദഅ അലൈഹി ഫീ നിക്കാഹിൻ വ തലാഖിൻ വ റജഅത്തിൻ വ ഇത്ഖിൻ വ വകാലത്തിൻ വ ഫീ മാലിൻ ബലഗ 20 ദീനാറൻ. കുറച്ച് കാര്യങ്ങളിൽ സത്യം ചെയ്യിപ്പിക്കുമ്പോൾ, ഇത് കോടതി നടപടികളുടെ ഒക്കെ ഭാഗമായിട്ട് വരുന്നതാണ് കൂടുതലും. സത്യം ചെയ്യിപ്പിക്കുന്ന സമയത്ത് തഗ്ലീദ് ചെയ്യൽ സുന്നത്താണ്. വേറെ വിഷയമാണ്, നമ്മൾ ഇതുവരെ പറഞ്ഞതുമായിട്ട് കണക്റ്റൊന്നുമില്ല, വേറൊരു വിഷയമാണ്. അതായത് സത്യം ചെയ്യിപ്പിക്കുന്ന സമയത്ത് തഗ്ലീദ് ചെയ്യുക, ഗൗരവപ്പെടുത്തുക സത്യത്തെ. വെറുതെ ഇങ്ങനെ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് വല്ലാഹി 40 പറ, അങ്ങനെയല്ല. ഇതൊരു വളരെ ഗൗരവത്തിൽ ചെയ്യണം. വയുസന്നു സുന്നത്താണ്. ഇതിൻ്റെ വിധി എന്താണെന്ന് ചോദിച്ചാൽ സുന്നത്താണ്. തഗ്ലീദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിർബന്ധമൊന്നുമല്ല, സുന്നത്താണ്. സുന്നത്താണ് തഗ്ലീദു യമീനിൻ, യമീനിനെ തഗ്ലീദ് ചെയ്യൽ, സത്യം ചെയ്യലിനെ ഒന്ന് ഗൗരവപ്പെടുത്തൽ. മിനൽ മുദ്ദഇ വൽ മുദ്ദഅ അലൈഹി, വാദിയായാലും എതിർ കക്ഷിയായാലും രണ്ടു പേരിൽ ആരായാലും ശരി, സത്യം ചെയ്യുന്ന ആരായാലും ശരി, അവരെ ഒന്ന് തഗ്ലീദ് ചെയ്തുകൊണ്ട് സത്യം ചെയ്യിപ്പിക്കുക. ഏതെല്ലാം വിഷയത്തിൽ എന്നറിയാം, എല്ലാ വിഷയത്തിലും ഇത് ആവശ്യമില്ല. ചില കാര്യത്തിൽ കോടതിയിൽ അപ്പം തന്നെ അങ്ങ് സത്യം ചെയ്തു കൊടുത്താൽ മതി. പക്ഷേ ചില വിഷയങ്ങൾ, ഏതൊക്കെ വിഷയത്തിലത്? ഫി നിക്കാഹിൻ, നിക്കാഹിൻ്റെ വിഷയത്തിലാണ് പ്രശ്നമുള്ളത്. വാദം നടക്കുന്നത് നിക്കാഹുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസാണെങ്കിൽ, അല്ലെങ്കിൽ തൊലാഖുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ റജഅത്ത് മടക്കിയെടുക്കലുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ഇത്ഖ് എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ അടിമയെ മോചിപ്പിക്കൽ, അടിമത്ത മോചനവുമായി ബന്ധപ്പെട്ട കേസാണ്. അത് വക്കാലത്തുമായി ബന്ധപ്പെട്ട കേസാണ്. ഇത് ഏൽപ്പിച്ചിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടില്ല, ഏൽപ്പിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ എന്തൊക്കെ തർക്കമാണ് അല്ലേ? ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വക്കാലത്താക്കൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അതേപോലെ തന്നെ വഫി മാലിൻ ബലഗ 20 ദീനാറൻ, ഇപ്പോൾ ഇത്ര 20 ദീനാർ, 20 ദീനാറിന് തുല്യമായ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിലും, ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥത അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം, സമ്പത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസാണ്, 20 ദീനാറിൻ്റെ വില ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങളിലും, അതിനേക്കാളും ചെറുതാണെങ്കിൽ പിന്നെ തഗ്ലീദൊന്നും വേണ്ട, സാധാരണ പോലെ സത്യം ചെയ്യിപ്പിച്ചാൽ മതി. 20 ദീനാറെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അവിടെയും, ഇപ്പം നിക്കാഹ്, തൊലാഖ്, റജഅത്ത്, വക്കാലത്ത്, ഇത്ഖ്, അതുപോലെ തന്നെ 20 ദീനാറുള്ള സമ്പത്ത്, ഇത്രയും കേസുകളിൽ തഗ്ലീദ് ചെയ്യൽ സുന്നത്താണ്. യമീനിനെ സത്യം ചെയ്യിപ്പിക്കുമ്പോൾ ഒന്ന് ഗൗരവപ്പെടുത്തണം. തഗ്ലീദ് എങ്ങനെയുണ്ടാവുക? എങ്ങനെ ഈ തഗ്ലീദ് ചെയ്യൽ എന്ന് പറഞ്ഞാൽ, തഗ്ലീദ് ചെയ്യൽ ഗൗരവപ്പെടുത്തൽ യകൂനു ബി സമാനി, ഒന്ന് സമാന് പരിഗണിക്കൽ കൊണ്ടുണ്ടാവും. സമാൻ എന്ന് പറഞ്ഞാൽ സമയം പരിഗണിക്കുക. കോടതിയിൽ ചർച്ച നടക്കുമ്പോൾ തന്നെ അപ്പോൾ സ്പോട്ടിൽ ചെയ്യിപ്പിക്കാതെ ഇതിനൊരു സമയമൊക്കെ അങ്ങോട്ട് നിശ്ചയിക്കുക. ആ നിശ്ചയിക്കുന്ന സമയം ഒരു പ്രധാനപ്പെട്ട സമയമൊക്കെ ആകുമ്പം അതിനൊരു ഗൗരവം വരും. അതെങ്ങനെ സമയം നിശ്ചയിക്കുക അല്ലേ? നമ്മളിപ്പോൾ പിന്നെ കല്യാണത്തിൻ്റെ നിശ്ചയം എന്ന് പറയുന്നത് തന്നെ വലിയൊരു പരിപാടിയാണ്. കാരണം എന്താ, കല്യാണത്തിനൊരു സമയം കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രത്യേകമായിട്ട് ഇരിക്കുകയാണ് അല്ലേ? ആദ്യം നിശ്ചയിക്കണം, എന്നിട്ട് ഇത്ര തീയതി നിശ്ചയിക്കുന്നു എന്ന് നിശ്ചയിച്ചിട്ട് അന്ന് പോയിട്ട് എല്ലാവരും കൂടെ എന്ത് ചെയ്യണം, കല്യാണത്തിൻ്റെ ഡേറ്റ് കാണണം. അങ്ങനെയൊക്കെ വലിയ പരിപാടിയാക്കും. അതേപോലെ യമീൻ ചെയ്യുന്നതിനൊരു സമയമൊക്കെ അങ്ങ് നിശ്ചയിക്കുക. ആ നിശ്ചയിക്കുന്ന സമയത്ത് ബഅദൽ അസറിൻ്റെ ശേഷം ആക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് സമാന കൊണ്ട് തഗ്ലീദ് ഉണ്ടാവുക. അതായത് ഇതിന് വേണ്ടി ഒരു സമയം നിശ്ചയിക്കുക. ആ നിശ്ചയിക്കുന്ന സമയം ഒരു അസറിൻ്റെ ശേഷമാവുക. അസറിന് ശേഷം ആവുക. അസുറുൽ ജുമാഅത്തി ഔല, ഇത് തന്നെ ജുമായുടെ അസറിന് ശേഷം ആവലാണ് ഒന്നും കൂടി നല്ലത്, കൂടുതൽ നല്ലത്. ഔല എന്ന് പറഞ്ഞാൽ കൂടുതൽ നല്ല എന്താണ്? ജുമായുടെ ശേഷമുള്ള അസറാവുക, വെള്ളിയാഴ്ചത്തെ അസറാവുക എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ സമയം നിശ്ചയിച്ചാൽ അതുകൊണ്ടൊരു ഗൗരവം വരും.
ഇപ്പോൾ സ്പോട്ടിൽ തന്നെ ചെയ്യിപ്പിക്കുന്നതിനേക്കാളും അടുത്ത വെള്ളിയാഴ്ച അല്ലെങ്കിൽ 24-ാം തീയതി വെള്ളിയാഴ്ച സത്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കും നമുക്ക് കോടതി അങ്ങ് പറയുമ്പം ഇവൻ്റെ മനസ്സിൽ തന്നെ ഒരു ബേജാറ് വരാൻ തുടങ്ങി അല്ലേ. അങ്ങനെ ഗൗരവപ്പെടുത്തുക. വബിൽ മക്കാനി, രണ്ടാമത്തത് മക്കാന് പരിഗണിക്കുക, സമയം പരിഗണിക്കുക, സ്ഥലം പരിഗണിക്കുക. സമയം പരിഗണിക്കുമ്പോൾ സ്ഥലവും കൂടെ പരിഗണിച്ചാൽ ഒന്നും കൂടി ഗൗരവമായി അല്ലേ. അപ്പോൾ സ്ഥലം ഏതായിരിക്കണം? വെറുതെ കോടതിയിൽ തന്നെ വന്നിട്ട് സത്യം ചെയ്യിക്കുക എന്നുള്ളതിനേക്കാളും ഇന്ന സ്ഥലത്ത് വെച്ച്. അപ്പോൾ ഏതാ സ്ഥലം തീരുമാനിക്കേണ്ടത്? വഹുവ ലിൽ മുസ്ലിമീന ഇൻദൽ മിമ്പരി, മുസ്ലിങ്ങളാണെങ്കിൽ പള്ളിയിലെ മിമ്പറിൻ്റെ അടുത്താണ് അതിന് ഏറ്റവും നല്ല സ്ഥലം. വസ്സുഊദു അലൈഹി ഔല, അതിൻ്റെ മുകളിൽ കയറിയാൽ ഒന്നുകൂടി ബെറ്ററായി, ഒന്നുകൂടി നല്ലത്. ഏറ്റവും നല്ലത് എന്താണ്? ഇപ്പോൾ പരിഗണിക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ പള്ളിയിലെ മിമ്പറിൻ്റെ അടുത്താണ്. അപ്പോൾ 3-ാം തീയതി വെള്ളിയാഴ്ച അസറിന് ശേഷം പള്ളിയുടെ മിമ്പറിൽ വെച്ച് സത്യം ചെയ്യും. അപ്പോൾ പള്ളിയിലെ മിമ്പറിൻ്റെ മുകളിൽ കയറ്റിയാൽ ഒന്നുകൂടി നന്നായി. വസ്സുഊദു അലൈഹി ഔല, മിമ്പറിൻ്റെ മുകളിൽ കയറലാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ സിയാറത്തിൽ അസ്മായി, മിമ്പർ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്കൊക്കെ അറിയാമല്ലോ അല്ലേ. പള്ളിയിൽ ഇമാമിന് വെള്ളിയാഴ്ച ഖുതുബ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പീഠമാണ്, ഒരു കുറച്ച് ഉയർന്ന 2-3 സ്റ്റെപ്പൊക്കെ ഉള്ള ഒരു കുറച്ച് ഉയർന്ന ഒരു എന്താ പറയുക, ഒരു സ്റ്റേജ് പോലെ, ഒരു ചെറിയ മിനി സ്റ്റേജ്. അതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഖുതുബയൊക്കെ നിർവഹിക്കുക. അതിന് വെള്ളിയാഴ്ച ജുമുഅക്ക് ഖുതുബ ഓതാനല്ലാതെ ഇമാമുമാർ അതിൻ്റെ മുകളിൽ കയറാറില്ല, വേറെ ആരും കയറാറില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറ്റിയിട്ടൊക്കെ സത്യം ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പം ഒരു ആൾക്ക് എന്തുണ്ടാവും? ഒരു മനസ്സിലൊരു ഒരു ഗൗരവം വരും. ഇത് ചെയ്യുന്ന കാര്യം തമാശയും കളിയല്ല എന്നുള്ള ഒരു ബോധം വരും. അതുകൊണ്ട് തന്നെ സത്യമായ കാര്യമല്ല അയാൾ പറയാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്കും തന്നെ അതിൽ നിന്ന് പിന്മാറാനുള്ളൊരു അവസരം കിട്ടുകയും ചെയ്യും. മനസ്സിലായല്ലോ? ശരി. അപ്പോൾ മിമ്പറിൽ കയറുക എന്നുള്ളതാണ്, മിമ്പറിൻ്റെ അടുത്താവുക എന്നുള്ളതാണ് സമയം പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മുകളിൽ കയറ്റിയാൽ അത്രയും നല്ലത്. അപ്പോൾ 2 കാര്യമായ സമാന് കൊണ്ടുണ്ടാവാം, മക്കാന് കൊണ്ടുണ്ടാവാം. വബി സിയാദത്തിൽ അസ്മായി വസിഫാത്തി, അസ്മാവും സിഫാത്തും ഒക്കെ അധികരിപ്പിക്കൽ കൊണ്ട്. ഈ സമയവും സ്ഥലമൊക്കെ നിശ്ചയിച്ചു, എന്നിട്ട് അവിടെ പോയിട്ട് ഒരു ഇമാമ് ചൊല്ലിക്കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഖാദി ചൊല്ലിക്കൊടുക്കുകയാണ് സത്യം ചെയ്യുന്നതിൻ്റെ വചനങ്ങൾ. അപ്പോൾ അയാൾ പറയാണ്, എല്ലാം അറിയുന്നവനും ഉള്ളും പുറവും അറിയുന്നവനും കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുന്നവനും കഠിനമായി ശിക്ഷിക്കുന്നവനും എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ സിഫത്തുകളും അസ്മാവും ഒക്കെ ഇങ്ങനെ കൂട്ടുക. അങ്ങനെ കൂട്ടുമ്പം പടച്ചോനെ, ഇതൊക്കെ ആയ റബ്ബിനെ സാക്ഷി നിർത്തിയിട്ടാണല്ലോ ഞാൻ ഈ സത്യം ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനിത് ഇല്ലാത്ത കാര്യമാണെങ്കിൽ കുറച്ച് ഈമാനുള്ള ആൾ എന്ത് ചെയ്യും? ഞാൻ സത്യം ചെയ്യുന്നില്ല, സമ്പത്തോന് കൊടുത്തേക്കെന്ന് പറഞ്ഞ് പോകും അല്ലേ. അത് കളവ് വരാതിരിക്കാനും പരമാവധി കൃത്യതയോട് കൂടിയ സത്യം നടക്കാനും തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സിയാദത്തുൽ അസ്മായി വസിഫാത്ത്, സിഫാത്തും അസ്മാവും ഒക്കെ അധികരിപ്പിക്കുക. വബി വദഇൽ മുസ്ഹഫി ഫി ഹിജ്രിഹി, മടിയിൽ മുസ്ഹഫ് വെച്ച് കൊടുക്കുക. കയ്യിൽ മുസ്ഹഫും കൂടെ പിടിക്കാൻ പറയാം. മടിയിൽ വെക്കാമെന്ന് പറഞ്ഞാൽ കൈ പിടിക്കുക, എന്തായാലും മതി. മുസ്ഹഫിൻ്റെ സാന്നിധ്യത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമിനെ സാക്ഷി നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പറയുമ്പം എന്താകും? ഗൗരവം വരും. ആ തഗ്ലീദ് ചെയ്യൽ സുന്നത്താണ്. എന്തെല്ലാം വിഷയത്തിൽ ആ തഗ്ലീദ് ചെയ്യേണ്ടതെന്ന് ഓർത്തു വെക്കുക. നിക്കാഹ്, ത്വലാഖ്, റജ്അത്ത്, ഇത്ഖ്, വക്കാലത്ത്, അതുപോലെ തന്നെ 20 ദീനാറുള്ള മാല്. പിന്നെ വതജിബുൽ കഫാറത്തു അലാ മൻ ഹലഫ സുമ്മ ഇദാ ഹനിസ, ഒരാൾ ഹൽഫ് ചെയ്തിട്ട് അത് ഹിൻസ് ചെയ്താൽ, ഹൽഫ് ചെയ്തിട്ട് ഹിൻസ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്തിട്ട് ആ സത്യം ലംഘിച്ചാൽ. ഈ ഹനിസ എന്ന് പറഞ്ഞ അർത്ഥം ഐ ഫഅല മാ മനഅ നഫ്സഹു അൻഹു ബിഹൽഫിഹി, അവൻ സത്യം ചെയ്തതിലൂടെ തൻ്റെ ശരീരത്തെ എന്തൊരു കാര്യത്തിൽ നിന്നാണോ തടഞ്ഞത് ആ കാര്യം പ്രവർത്തിച്ചാൽ. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇന്നൊരു കാര്യം ചെയ്യും എന്നൊരാൾ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്നിട്ട് അയാൾ ആ കാര്യം ചെയ്തില്ല. അപ്പോൾ അയാൾ എന്തായി? സത്യം ലംഘിച്ചവനായി. അപ്പോൾ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ചെയ്യൂല എന്ന് പറഞ്ഞാൽ അത് ചെയ്യുക, ഇതൊക്കെ എന്താണ്? സത്യം ലംഘിക്കലാണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ അവൻ്റെ മേൽ കഫാറത്ത് നിർബന്ധമാണ്. വൽ കഫാറത്തു ഇത്ഖു റഖബത്തി മുഅ്മിനത്തിൻ സലീമത്തിൻ മിനൽ ഉയൂബ്. എന്താണ് സത്യം ലംഘിച്ചതിൻ്റെ കഫാറത്ത് എന്ന് പറഞ്ഞാൽ? ഇതാണ് സാധാരണ എല്ലായിടത്തും കഫാറത്ത് നമ്മൾ പറയുന്നത് പോലെ തന്നെ ന്യൂനതകളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മുഅ്മിനായ അടിമയെ മോചിപ്പിക്കുക എന്നതാണ്. അപ്പോൾ അത് ഇപ്പോഴത്തെ കാലത്ത് നടക്കൂല. ഔ ഇത്ആമു 10 മസാക്കീന, അല്ലെങ്കിൽ 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കലാണ്. യുഅതി കുല്ല മിസ്കീനിൻ മുദ്ദൻ, ഓരോ മിസ്കീനും ഒരു മുദ്ദ് വീതം, ഒരു മിസ്കീൻ ഒരു മുദ്ദ് വീതം 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കലാണ് കഫാറത്ത്. ഔ കിസ്വത്തുഹും, അല്ലെങ്കിൽ അവർക്ക് കിസ്വത്ത് കൊടുക്കുക, അവർക്ക് വസ്ത്രം കൊടുക്കുക, 10 ആളുകൾക്ക് വസ്ത്രം കൊടുക്കുക. ബിമാ യുസമ്മ കിസ്വത്തൻ, കിസ്വത്ത് എന്ന് പറയപ്പെടാൻ പറ്റുന്ന, വസ്ത്രം എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുക. അത് ഇന്ന വസ്ത്രം തന്നെ ആവണമെന്നോ, എല്ലാം കൂടെ ഒത്തിണങ്ങിയ എല്ലാ കാര്യങ്ങളും അയാൾക്ക് ശരീരം മുഴുവൻ മൂടാൻ വേണ്ട വസ്ത്രം അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഒന്ന് വസ്ത്രം എന്ന് പറയാൻ പറ്റുന്ന ഒന്ന്, തുണിയാണെങ്കിൽ തുണി വാങ്ങിക്കൊടുക്കുക, പാൻറ്റാണെങ്കിൽ പാൻറ്റ് വാങ്ങിക്കൊടുക്കുക, കുപ്പായാണെങ്കിൽ കുപ്പായം വാങ്ങിക്കൊടുക്കുക, എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കുക. വസ്ത്രം എന്ന് പറയാൻ പറ്റുന്നത് 10 മിസ്കീന്മാർക്ക് കൊടുക്കണം. പിന്നെന്താണ്? ഫൈൻ അജ്സാനി സലാസത്തി, ഈ 3 കാര്യങ്ങൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, 3 ചെയ്യാനുള്ള ശേഷി അയാൾക്കില്ല, അങ്ങനെയാണ് എങ്കിൽ മാത്രം ലസിമഹു സൗമ സലാസത്തി അയ്യാമിൻ, 3 ദിവസം നോമ്പെടുക്കൽ അയാൾക്ക് നിർബന്ധമാണ്. വലായിജബ തതാബുഅഹ, അത് തുടരെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അടുപ്പിച്ചടുപ്പിച്ച് 3 ദിവസം എടുക്കണമെന്നൊന്നുമില്ല. ഒരു ദിവസം എടുത്ത് നാളെ ഒരു ഗ്യാപ്പ് ഇട്ട് മറ്റന്നാൾ എടുത്താലൊക്കെ മതി. ചില കാര്യങ്ങളിൽ അങ്ങനെ ഉണ്ട്. ചില വിഷയങ്ങളിൽ കഫാറത്ത് എന്തുണ്ട്?
അത് ഒരുമിച്ച് തന്നെ ആവണം. ആ ഒരുമിച്ചാവുന്നതിന് 7 ദിവസം നോമ്പെടുക്കണം എന്ന് പറഞ്ഞിട്ട് 6 ദിവസമായിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് വന്നു പോയി 7ാമത്തെ ദിവസം നോമ്പെടുക്കാൻ പറ്റിയില്ല എങ്കിൽ അയാൾ പിറ്റേന്ന് മുതൽ എന്ത് ചെയ്യണം? 1 മുന്നേ തുടങ്ങണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം എടുക്കേണ്ടത് 7 ദിവസം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ട് കഫാറത്തിൽ. പക്ഷെ ഇവിടെ അങ്ങനെ തത്താബു ആവണമെന്ന് നിർബന്ധമില്ല. 3 ദിവസം നോമ്പെടുത്താൽ മതി. ഏതെങ്കിലും ഒരു 3 ദിവസം നോമ്പെടുക്കണം എന്നേ ഉള്ളൂ. ഇത് പക്ഷേങ്കിൽ ആർക്കാണ് നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളും 3 ചെയ്യാൻ കഴിയാത്ത, അതിൽ ഒറ്റയാൾക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ മാത്രമേ ഇത് പറ്റുള്ളൂ. അപ്പം മറ്റേത് 3 ഏതെങ്കിലും ഇഷ്ടമുള്ളത് എടുത്താൽ മതി. ഇനി വയുക്റഹു റദ്ദു സായിലി ബില്ലാഹി തആല, അത് ഇതുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നും ഇല്ലാത്തൊരു വിഷയമാണ്. എന്നാലും കൂട്ടത്തിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞപ്പം അങ്ങ് പറയുന്നുള്ളൂ. വയുക്റഹു റദ്ദു സായിലി ബില്ലാഹി തആല, അള്ളാഹിനെ കൊണ്ട് ഒരാൾ ചോദിച്ചാൽ അയാളെ തടുക്കൽ കറാഹത്താണ്. ഔ ബി വജ്ഹിഹി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് മുൻനിർത്തി ചോദിച്ചാൽ, അള്ളാഹിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, അള്ളാഹുവിൻ്റെ വജ്ഹ് മുൻനിർത്തി ചോദിക്കുന്നു, പടച്ചോൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എനിക്കിത് തരണം എന്നൊക്കെ ഒരാൾ പറഞ്ഞാൽ നമ്മൾ അയാൾക്ക് കൊടുക്കാതിരിക്കൽ കറാഹത്താണ്. മാലം യസ്അൽ ഖബീഹൻ, അയാൾ മോശമായ കാര്യമൊന്നും അല്ല ചോദിച്ചതെങ്കിൽ, അയാൾ തോന്നിയ വേറെ എന്തെങ്കിലും വൃത്തിയുടെ മോശമായ കാര്യങ്ങളൊന്നും അല്ല ചോദിക്കുന്നത്, നല്ലൊരു കാര്യത്തിന് അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ആവശ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അള്ളാഹുവിൻ്റെ വജ്ഹ് മുൻനിർത്തി ചോദിച്ചാൽ കൊടുക്കാതിരിക്കൽ കറാഹത്താണ്, തള്ളൽ കറാഹത്താണ്. കറാഹത്താണെന്നാണ് പറഞ്ഞത് കേട്ടോ, കറാഹത്താണ്, ഹറാമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, കറാഹത്താണ്. പക്ഷേ വക്കദ സുആലു ബിദാലിക, അങ്ങനെ അള്ളാഹിനെ മുൻനിർത്തി ചോദിക്കലോ അതും കറാഹത്ത് തന്നെയാണ്. അള്ളാഹിനെ മുൻനിർത്തി ചോദിക്കലും കറാഹത്ത്. എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ ചോദിക്കുമ്പോൾ പടച്ചവന് വേണ്ടിയിട്ട് താഴെ എന്ന് പറയരുത്, അത് കറാഹത്താണ്. അങ്ങനെ ചോദിച്ചാൽ, അങ്ങനെ ഒരാൾ നമ്മളോട് ചോദിച്ചാൽ അയാൾ ആ കറാഹത്ത് ചെയ്തു, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മളോട് ഒരാൾ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ തിരിച്ചെന്ത് ചെയ്യാൻ പാടില്ല, അത് തള്ളിക്കളയാതെ എന്തെങ്കിലും അയാൾ ചോദിച്ചതിനെ പരിഗണിച്ചുകൊണ്ട് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഇങ്ങനെ പറയാൻ കാരണം ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞതാ. എന്താ നബി തങ്ങൾ പറഞ്ഞത്? മൽഊനുൻ മൻ സഅല ബിവജ്ഹില്ലാ വ മൽഊനുൻ മൻ സുഇല ബിവജ്ഹില്ലാ സുമ്മ മനാ സഅലഹു മാ ലം യസ്അൽ ഹുജ്റൻ. മൽഊനുൻ മൻ സഅല ബിവജ്ഹില്ലാ, അല്ലാഹുവിൻ്റെ വജ്ഹിനെ മുൻനിർത്തി ചോദിച്ചവൻ ശപിക്കപ്പെട്ടവനാണ്. മോശമാണ് അങ്ങനെ ചോദിക്കല്, അള്ളാഹിൻ്റെ വജ്ഹിനെ മുൻനിർത്തി ചോദിക്കാൻ പാടില്ല. വ മൽഊനുൻ മൻ സുഇല ബിവജ്ഹില്ലാഹി സുമ്മ മനാ സഅലഹു, എന്നാൽ അള്ളാഹുവിൻ്റെ വജ്ഹിനെ മുൻനിർത്തി ചോദിച്ചവൻ എന്നിട്ട് എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ വജ്ഹിനെ മുൻനിർത്തി ചോദിക്കപ്പെട്ടു, എന്നിട്ട് അത് ചോദിച്ച ആളെ അവൻ തടയുകയും ചെയ്താൽ അവനും ശപിക്കപ്പെട്ടവനാണ്. അള്ളാഹുവിൻ്റെ വജ്ഹിനെ മുൻനിർത്തിയിട്ടാണ് അവനോട് ഒരാൾ ചോദിച്ചത്, എന്നിട്ട് അയാൾക്കൊന്നും കൊടുക്കാതെ തള്ളിക്കളഞ്ഞാൽ അവനും ശപിക്കപ്പെട്ടവനാണ്. മാലം യസ്അൽ ഹുജറൻ, ചോദ്യകർത്താവ് ഖബീഹായ, ഹുജർ എന്ന് പറഞ്ഞാൽ ഖബീഹ്, മോശമായതൊന്നും ചോദിക്കാത്ത കാലത്തോളം. ഖബീഹ് എന്നൊക്കെ ഉള്ളത് സാധാരണ നമ്മൾ എന്താണ് പിന്നെ വൃത്തികേടുകൾക്കാണ് ഉപയോഗിക്കുക അല്ലേ, സിന പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഖബീഹ് എന്ന് പൊതുവെ ഉപയോഗിക്കുക. എന്തായാലും മോശമായ കാര്യമൊന്നും ചോദിക്കാത്ത കാലത്തോളം അള്ളാഹുവിൻ്റെ വജ്ഹിനെ മുൻനിർത്തി ചോദിച്ചാൽ ചോദിച്ചവനെ തള്ളിക്കളയുന്നവനും ശപിക്കപ്പെട്ടവനാണ്. ഇനി അതിൻ്റെ തദ്രീബാത്ത് വേഗം ഒന്ന് വായിക്കാം. തനഖിദുൽ യമീൻ ബിമ, എന്തുകൊണ്ടാണ് യമീൻ രൂപപ്പെടുക, എന്തുകൊണ്ടാണ് ഈ രൂപപ്പെടുക എന്ന് ചോദിച്ചാൽ ബിസ്മിൻ ഖാസ്. ലാ തനഖിദു എഴുതാണെങ്കിൽ ഇല്ലാ ബിസ്മിൻ എഴുതണം അല്ലേ, ലാ എന്ന് ചേർക്കുമ്പോൾ ഇല്ല എന്ന് ചേർക്കണം. അല്ലെങ്കിൽ പിന്നെ തനഖിദുൽ യമീനു ബിസ്മിൻ ഖാസിൻ ബില്ലാഹി തആല, അല്ലാഹു തആലാക്ക് മാത്രമുള്ള പേരുകൾ, ഔ സിഫത്ത് മിൻ സിഫാത്തിഹി, അല്ലെങ്കിൽ അവൻ്റെ സിഫത്തുകൾ, ഇതുകൊണ്ടാണ് എന്തുണ്ടാവുക, യമീന് ഉണ്ടായിത്തീരുക. ഹൽ തനഖിദുൽ യമീൻ ബിർ റസൂൽ, റസൂലിനെ കൊണ്ട് യമീന് രൂപപ്പെടുമോ, യമീനാവോ, അത് സത്യം ചെയ്യലാവോ? ലാ തനഖിദുൽ യമീനു ബിമഖ്ലൂഖിൻ കന്നബി അല്ലേ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ലാ തനഖിദു എന്ന് എഴുതിയാൽ മതി, ഒരുപാടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഒരു മഖ്ലൂക്കിനെ കൊണ്ടും, അത് റസൂലായാലും ശരി, കഅബയായാലും ശരി, വേറെ എന്തായാലും ശരി, ഒരു മഖ്ലൂക്കിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, സത്യം ചെയ്താൽ അത് രൂപപ്പെടുകയില്ല. മൂന്നാമത്തത് മഹൽ തനഖിദു ബി സബഖുൽ ലിസാൻ, സബഖുൽ ലിസാൻ ആണെങ്കിൽ അത് സത്യമായിട്ട് പരിഗണിക്കുമോ? ലാ തനഖിദു അല്ലേ. പിന്നെ ലാ യക്റഹുൽ യമീനു ഫി ഉമൂരിൻ, ചില കാര്യങ്ങളിൽ യമീന് കറാഹത്ത് ഇല്ലാത്തതുണ്ടല്ലോ, അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? അൽ ഹസ്സു ഫി, എന്താണ് അൽ ബൈഅ ഫി ബൈഅത്തി യുക്റഹുൽ യമീനു എന്നാണ് പറഞ്ഞത്. യമീനു വൽ ഹൽഫു മക്റൂഹുൻ ഇല്ലാ ഫി ബൈഅത്തിൽ ജിഹാദ്, അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇല്ല എഴുതുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, നേരെ ആൻസർ മാത്രം എഴുതുക. ബൈഅത്തുൽ ജിഹാദ് ഫി ബൈഅത്തിൽ ജിഹാദി വൽ ഹസ്സി അലൽ ഖൈരി വൽ വസ്സാദിഖി ഫി ദഅവ. പിന്നെന്താണ്? വൽ ഹലഫ ഫി തർക്കി വാജിബി മാ ലാ യജിബു, ഒരാൾ ഒരു വാജിബിനെ ഉപേക്ഷിക്കുമെന്ന് സത്യം ചെയ്താൽ എന്താ നിർബന്ധം എന്ന്, വാജിബിനെ ഉപേക്ഷിക്കുന്ന സത്യം ചെയ്താൽ എന്താ നിർബന്ധം? ലസിമഹു ഹിൻസുൻ വ കഫാറത്തുൻ, ലസിമഹു ഹിൻസുൻ വ കഫാറത്തുൻ, ഇതാണ് കോർ ആൻസർ അല്ലേ. അയാളത് ലംഘിക്കലും എന്നിട്ട് കഫാറത്ത് കൊടുക്കലും നിർബന്ധമാണ്. പിന്നെ മതാ തജിബുൽ കഫാറത്തു അലൽ ഹാലിഫി, കഫാറത്ത് ഹാലിഫിന് എപ്പോഴാണ് കഫാറത്ത് നിർബന്ധമാവുന്നത്? ഒരു ഹാലിഫിന് സത്യം ചെയ്ത ആൾക്ക് കഫാറത്ത് നിർബന്ധമാവുന്നത് എപ്പോഴാണ്? ഇദാ ഹനിസ അല്ലേ, ഇദാ ഹനിസ ഐ ഫഅല മാ മനഅ നഫ്സഹു അൻഹു ബി ഹൽഫിഹി, ആ ഹൽഫ് കൊണ്ട് അയാളുടെ ശരീരത്തെ ഏത് കാര്യത്തിൽ നിന്നായിരുന്നോ വിലക്കിയത് ആ കാര്യം അയാൾ പ്രവർത്തിച്ചാൽ, അതായത് സത്യത്തെ ലംഘിച്ചാൽ, അപ്പോഴാണ് കഫാറത്ത് നിർബന്ധമാവുക അല്ലേ. വളരെ സിമ്പിളാണ്. പക്ഷേ ചോദ്യം കാണുമ്പോൾ ചിലപ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് മനസ്സിലാവില്ല. നുബയ്യനു അൽ ഉമൂറുല്ലത്തി യുസന്നു ഫിഹാ തഗ്ലീദു യമീനിൻ,
തഗ്ലീദു യമീൻ, യമീനിനെ ഗൗരവപ്പെടുത്തൽ സുന്നത്തായ കാര്യങ്ങൾ ഏതൊക്കെയാണ്? നിക്കാഹ്, തൊലാഖ്, റജഅത്ത്, ഇത്ഖ്, വക്കാലത്ത്, മാലുൻ ബലഗ ഇശ്രീന ദീനാറൻ അല്ലേ, ഇശ്രീന സനയല്ല, ഇശ്രീന ദീനാറൻ. തഗ്ലീദ്, തഗ്ലീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? തഗ്ലീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? തഗ്ലീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണെന്നല്ല, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? തഗ്ലീദു യകൂനു ബിസ്സമാനി വബിൽ മക്കാനി വബിസിയാദത്തിൽ അസ്മായി വസിഫാത്ത് അല്ലേ. സമാനും ഉണ്ട്, മക്കാനും ഉണ്ട്, സിയാദത്തുൽ അസ്മായി വസിഫാത്തും ഉണ്ട്. പിന്നെ ഒന്നും കൂടെ പറഞ്ഞല്ലോ, ഒബി വദഇൽ മുസ്ഹഫി ഫി ഹിജ്രിഹി, മടിയിൽ മുസഫ് വെച്ച് കൊടുക്കുക. പിന്നെ സമാന് പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ സമാൻ ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ അസ്റാണ്, ബഅദൽ അസ്രി അസ്റുൽ ജുമുഅത്തി ഔല അല്ലേ, ജുമുഅയുടെ അസ്റാണ് കൂടുതൽ നല്ലത്. അതേപോലെ തന്നെ മക്കാൻ ഏതാണ്? ഇൻദൽ മിംബരി ലിൽ മുസ്ലിമീന ഇൻദൽ മിംബരി വസുഊദു അലൈഹി ഔല. കഫാറത്തുൽ യമീൻ എന്താണ്? കഫാറത്തുൽ യമീൻ എന്ന് പറയുന്നത് ഇത്ഖു റഖബത്തിൻ മുഅ്മിനത്തിൻ സലീമത്തിൻ മിനൽ ഉയൂബ് ഔ ഇത്ആമു അശറത്തി മസാക്കീന ഔ കിസ്വത്തുഹും ബിമാ യുസമ്മാ കിസ്വത്തൻ. ഇതാണ് എന്ത് കഫാറത്ത്. ഹസ് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കൽ, ഹിൻസ് എന്ന് പറഞ്ഞാൽ ലംഘിക്കൽ, മാറിപ്പോരുത്. ഹസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേരിപ്പിക്കൽ. ഹിൻസ് എന്ന് പറഞ്ഞാൽ ലംഘിക്കൽ, സത്യം ലംഘിക്കൽ. തഗ്ലീദ് എന്ന് പറഞ്ഞാൽ ഗൗരവപ്പെടുത്തൽ. ഹിജ്ർ എന്ന് പറഞ്ഞാലോ മടിത്തട്ട് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.